നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 6 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ വെസ്റ്റ് ഹിൽ സ്വദേശി KT വിജിലിന്റെ കേസിൽ വൻ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തെരച്ചിലിൽ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തി. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും കണ്ടെത്തിയിട്ടുണ്ട്. തലയൊട്ടി ഒഴികെയുള്ള അസ്ഥിഭാഗങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. 2019 മാർച്ച് 24 കാണാതായ വിജിലിനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ യുവാവിനെ ചതുപ്പിൽ കുഴിച്ചു മൂടിയതായി സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു. ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വിജിലിനെ സരോവരത്തെ കുഴിച്ചു മൂടിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായിട്ട് ഇവിടെ ഈ തെരച്ചിൽ വിജിലന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അന്വേഷണ വേളയിൽ 2019 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസ് ആ സമയത്ത് മിസ്സിംഗ് കേസായിട്ട് തന്നെ അന്വേഷിച്ചു. അപ്പോൾ കഴിഞ്ഞ 1 വർഷ കാലയളവിൽ കോഴിക്കോട് സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ, അതിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് കേസുകൾ എടുത്തു പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ കേസുകൾ റിവ്യൂ ചെയ്യുന്നതും സാർ തന്നെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത മിസ്സിംഗ് കേസുകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് ഈ വിജിലിൻ്റെ തിരോധാനം അത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മരണത്തിലേക്ക് കലാശിച്ച കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ 2019 രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസ് നമ്മൾ ഈ 2025 ഓഗസ്റ്റ് മാസത്തിലാണ് 304 IPC ആയിട്ട് സെക്ഷൻ ആൾട്ടർ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതും. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, 6 വർഷം മുൻപ് നടന്ന സംഭവമാണ്. അന്ന് സുഹൃത്തുക്കൾ ചേർന്ന് വിജിലിനെ കുഴിച്ചു മൂടുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നതും സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അവിടെ സുഹൃത്തുക്കൾ നൽകിയ മൊഴി ഈ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിക്കുന്നു, ആ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ, അതായത് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വിജിലിന്റെ മൃതദേഹം കുഴിച്ചു മൂടിയെന്നായിരുന്നു സുഹൃത്തുക്കളുടെ മൊഴി. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ കേസിൽ ഈ വിജിലിന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത് എത്രത്തോളം നിർണായകമാണ്? ടോം, നമുക്കിപ്പോൾ കാണാം സരോവരത്തെ ഒരു വിശാലമായ ചതുപ്പ് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. പുറത്ത് നമ്മൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം ദുഷ്കരമായൊരു ഇടമാണ്. സരോവരത്തെ ട്രേഡ് സെന്ററിന് പിൻവശത്തായി ഒരു ഭാഗം പൂർണ്ണമായും വെള്ളം, ഒരാൾ പൊക്കത്തിലാണ് പലപ്പോഴും ഈ ചതുപ്പ് ചെളി നിറഞ്ഞ് നിൽക്കുന്നത്. ആദ്യ ദിവസങ്ങൾ ഇവിടേക്ക് വരാൻ പോലും ദുഷ്കരമായിരുന്നു. എന്തായാലും ഈ ഒരു മിഷന് നേതൃത്വം നൽകിയ ഇൻസ്പെക്ടർ പോലീസ് ഈ രഞ്ജിത്ത് സാർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, ഒരു വല്ലാത്ത ദൗത്യമായിരുന്നല്ലേ? ആദ്യ ദിവസങ്ങളിൽ ഒരുപക്ഷെ കിട്ടുകയില്ല എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു. ഇവിടുത്തെ ഒരു ടെറൈൻ നമ്മൾ അത്രയും ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ സേനാംഗങ്ങൾ അസീസ്, സിദ്ദിഖ്, ഇവർ, പിന്നെ നമ്മുടെ കടാവറിക് ഡോഗ് ടീം, പിന്നെ നമുക്ക് ഈ സഹായിച്ച KMC, മിഡ്ലാൻഡ്, അങ്ങനെ അതിൻ്റെ എഞ്ചിനീയർമാർ, അതിൻ്റെ കോൺട്രാക്ടർ, അവരൊക്കെ കൂടെ വന്നിട്ടാണ് എല്ലാവരും, പിന്നെ നമ്മുടെ ഫയർഫോഴ്സ്, വെള്ളിമാട് കുന്ന് ഒക്കെ എല്ലാവരും ഈ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ പലവട്ടം ഈ നമ്മുടെ ഈ ഹിറ്റാച്ചി ഭൂമിക്കടിയിലേക്ക് തന്നെ താഴ്ന്നു പോയി. ഇന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ കുറച്ച് പ്രതികൂല കാലാവസ്ഥയാണ്. പക്ഷേ നമുക്കിത് സത്യം അവസാനം വിജയിക്കുമെന്നും തെളിവ് കിട്ടുമെന്നും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ ആദ്യം വലിയ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അല്ലേ? ഇവിടേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് നടന്നു വരും. ഇതൊരു പുതിയ വഴിയാണ് ടോം. നമുക്ക് കാണുമ്പോൾ ഇതൊരു സ്ഥലമാണെന്ന് തോന്നിയാലും ഇത് പൂർണ്ണമായും ഈ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഒരു വഴിയാണ്. അങ്ങനെ വഴി ഇവിടേക്ക് നിർമ്മിച്ച് ഹിറ്റാച്ചി ഇവിടെ കൊണ്ടുവന്നാണ് ഇല്ലേ? അതെ, വഴി തന്നെ നിർമ്മിച്ചെടുത്തതിന്. അതെ. നമുക്കല്ലാതെ ഇത് കോരാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. കാരണം അല്ലാതെ ആദ്യ ദിവസങ്ങളിൽ ഇവർ ഇറങ്ങിയിട്ട് ഇവർക്ക് താഴോട്ട് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒരുപാട് ഈ സെഡിമെന്റേഷൻ ഉണ്ടായിട്ട് നമ്മുടെ ഫ്ലഡ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രകൃതിയിലെ മാറ്റങ്ങൾ ഉണ്ടായല്ലോ. പിന്നെ നമുക്ക് ഒരു ചെറിയ വഴി ഇങ്ങനെ അവിടെ നിർമ്മിക്കുക ആയിരുന്നു മാർഗം. അതിന് നമ്മുടെ നാഷണൽ ഹൈവേയുടെ KMCക്കാരും, പിന്നെ ഇവിടെ ഉള്ള ഒരു കോൺട്രാക്ടർ മിഡ്ലാൻഡിൻ്റെ എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും വന്നിട്ടാണ് ഇത് നമുക്ക് ഈ ഹിറ്റാച്ചി, ഈ മറ്റേ ചെറിയ കോരുന്ന ചെറിയ ടൈപ്പ് JCB ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തത്. അതും പിന്നെ നമ്മുടെ ഈ സിദ്ദിഖ്, അസീസ് ടീമിൻ്റെ ഒരു നിർലോഭമായ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മിഷൻ സക്സസ് ആയത്. പിന്നെ ഇവരും നമ്മുടെ കൊച്ചി സിറ്റിയിലെ കടാവറിക് ഡോഗ്സ് ടീമിൻ്റെ സഹായം. ടോമി, കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായി ചെളിക്കകത്ത് നിന്ന് ആണ് അവർ ജോലി ചെയ്തിരുന്നത്. കടാവർ ഡോഗുകൾ അല്ലേ? നിങ്ങൾ പലയിടത്തും ചൂരൽമലയിലൊക്കെ നിങ്ങളെ കണ്ടിട്ടുള്ള ആളുകളാണ്. അതെ, ചൂരൽമലയിൽ അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടി തൊട്ടടുത്ത് 2 മാസം മുമ്പ് നമ്മൾ തെലങ്കാന ഒരു ടണൽ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ഡെഡ് ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി പോവുക.
അവിടെ 8 ബോഡിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് 2 ബോഡിയെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. ബാക്കി 6 സാധിച്ചില്ല. കാരണം അത് ഉത്ഭവം സ്ഥാനത്തായതുകൊണ്ട് തന്നെ അവിടെ ഡിഗ് ചെയ്യുന്നത് അപകടകരമായതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോയില്ല. ബാക്കി 2 ബോഡി നമുക്ക് അവിടെ ഇവിടെ വലിയ ചെളിയാണ് അല്ലെ? ഇവിടുത്തെ ഒരു നിൽപ്പും ഈ ദുഷ്കരമായ ഇടങ്ങളിലൊക്കെ പോകുന്ന വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വയനാടാണെങ്കിലും അവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ടെറൈനിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ തന്നെ ഈ കുഴി ഒരിക്കലും കാണില്ല. അവിടെ പ്ലെയിൻ ആയിട്ട് കിടക്കും. പക്ഷെ നമ്മൾ നടന്നു ചെല്ലുമ്പോഴായിരിക്കും നേരെ താഴത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അപകടം പിടിച്ചത് തന്നെയാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു ഏറ്റവും തെരച്ചിലിന് ഊർജ്ജമായി മാറിയത്, അല്ലെങ്കിൽ അവരാണ് അക്ഷരാർത്ഥത്തിൽ ഈ മണ്ണിനടിയിൽ ഇറങ്ങി ദേഹത്തൊക്കെ കണ്ടോ മൊത്തം ഈ ചതുപ്പ് ചെളിയാണ്. അസീസ്ക, എങ്ങനെയുണ്ടായിരുന്നു ഇത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഇത് എടുക്കാൻ പറ്റുമെന്ന്? ഞങ്ങളിത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ റോട്ടിന്റെ മുകളിൽ നിൽക്കുകയാണ്. അതായത് എലത്തൂർ പോലീസ്, അതോടൊപ്പം IP സാർ ഉൾപ്പെടെയുള്ള ആളുകളും പ്രതികളുമാണ് ആദ്യം ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളല്ല, പ്രതികൾ മുമ്പിൽ അതിന്റെ തൊട്ട പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലമാണ് ഈ കാണുന്ന മരത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ കുറച്ച് നീളത്തിലുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 6 ദിവസവും ഈ ഭാഗത്ത് കഴുത്തറ്റം മുങ്ങി ഈ ആടച്ചളിയിൽ നിന്നാണ് ഞങ്ങൾ നല്ല രീതിയിൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ദിവസം സാറ് നേരത്തുള്ള ഞങ്ങൾക്ക് ഷൂ കിട്ടി. പിന്നെ 2ാമത് ദിവസം ഇന്നലെ അടിയിൽ കല്ല് കണ്ടിട്ടുണ്ടെങ്കിലും അത് കല്ല് പൂർണ്ണമായില്ല. ഇന്ന് ഞങ്ങൾ രാവിലെ ഇതിന്റെ ഈ തോടിന്റെ കിഴക്ക് മാറി അവിടെ വലിയ കായൽ ചെടികളും അതോടൊപ്പം തന്നെ വലിയ സീമക്കൊന്നന്റെ വലിയൊരു ശിഖരവും അത് ഫയർഫോഴ്സിന്റെ കട്ടർ കൊണ്ടുവന്ന് അത് സാറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് IP സാറ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് അത് കട്ട് ചെയ്ത് ആ സാധനങ്ങൾ മുഴുവൻ മാറ്റി ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തപ്പം അവിടുന്ന് ആദ്യം തന്നെ കയ്യിന്റെ ചെറിയൊരു എല്ല് കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കല്ല് കിട്ടി. അങ്ങനെ അങ്ങോട്ട് ഏതാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഒട്ടനവധി 42 വർഷമായി ഞാൻ ഈ രംഗത്ത് സജീവാണെങ്കിലും ഇതുപോലത്തെ ഒരു ആടച്ചളിയിൽ നിന്ന് കൗത്തറ്റം നിന്നുകൊണ്ട് ഈ ചളിയിൽ നിന്ന് ഇതുപോലൊരു യജ്ഞം നടത്താൻ ഞങ്ങൾ സാധിച്ചിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ അത് പൂർണ്ണമാണ്. എന്നിരുന്നാലും ഈ യജ്ഞത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, കടാവർ നായയുടെ ഉദ്യോഗസ്ഥന്മാർ, നായ ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ ഇറ്റാച്ചി, അതോടൊപ്പം പിന്നെ മോട്ടർ, അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടി ഇവർ ഉദ്യോഗസ്ഥന്മാർ സെലക്ട് ചെയ്ത ആളുകളെല്ലാം കട്ടക്ക് നിന്നുകൊണ്ട് പ്രവർത്തിച്ച്, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള 6 ആളുകൾ. ഈ 6 ആളുകളും സാധാരണക്കാരാണ്. എന്നിരുന്നാലും ഈ ഒരു 6-7 ദിവസം ഊണും ഉറക്കില്ലാതെ തന്നെ ഈ സാധനങ്ങൾ ഇത്രയും ചളിയുടെ ഇടയിൽ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ചളിയുടെ ഇടയിൽ നിന്നാണ് ഈ അസ്ഥികൾ മുഴുവനും ഞങ്ങൾ പെറുക്കിയെടുത്തത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നായികക്കല്ലാണ് എന്നാണ് ഞങ്ങൾ. ടോം, ഇത് കാണുമ്പോൾ ചെളിയൊക്കെ പറ്റി നിൽക്കുമ്പോൾ നമ്മൾ ഈ പണമൊക്കെ നൽകിയുള്ള ഒരു ജോലി ചെയ്താണെന്ന് കരുതണ്ട. തികച്ചും സൗജന്യമായാണ് ഇവർ ഈ കഴുത്തോളം ചെളിയിൽ നിന്ന് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തത്, ഇല്ലേ? പണമൊന്നും വാങ്ങാതെയാണ്. അതുകൂടി പ്രത്യേകം പറയുന്നത്. ഇന്നത്തെ ഈ സമയം വരെ ഇപ്പം എന്ന് പറഞ്ഞാൽ 4230ാമത്തെ ബോഡിയാണ്. ഇന്ന് വരെ ഒരു ചില്ലിക്കാശ് ഒരു സ്റ്റേഷനിൽ പോലും വാങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ യജ്ഞത്തിന് പോകുന്ന ഞങ്ങൾ ആളുകൾ ആരും ആൻസോ, പാൻപരാഗോ, മദ്യോ, സിഗരറ്റോ ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ തന്നെ മടങ്ങിപ്പോകുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചായ, ഞങ്ങളെ ഭക്ഷണങ്ങൾ ഞങ്ങളതാണെങ്കിലും ഇത് ഇന്നലെ മെനിയാന്നായിട്ട് IP സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ കുടിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഹോട്ടലിൽ പോകാൻ പറ്റാത്ത ഒരു കാരണം ഉണ്ടല്ലോ, ഇതുപോലത്തെ ചളിയിലാണ്. എന്താണെങ്കിലും വളരെ ഉഷാറായിട്ട് നല്ല ആത്മാർത്ഥപരമായിട്ട് സേവന പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ല, ഇവര് സ്നേഹപൂർവ്വം പൈസയൊക്കെ തന്നാൽ എന്താണ് സ്വീകരിക്കാത്തത്? ഇല്ല, പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഞങ്ങളൊക്കെ നല്ലോണം അധ്വാനിക്കാൻ പോണ ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പിന്നെ പല രീതിയിൽ സാമ്പത്തികമുള്ള ആളുകളൊക്കെ തന്നെയാണ്. അധ്വാനിക്കാൻ പോണവരുണ്ട്, സാധാരണക്കാരുണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിലും ഇന്ന് വരെ ആരോടും ഒരു ഉറുപ്പ്യ പോലും വാങ്ങാതെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം പണം വാങ്ങാത്ത എന്താ പണം വാങ്ങാത്ത എന്താ വെച്ചാൽ 42 വർഷം മുമ്പേ ഞാൻ തോട്ടിൽ വീണ ഒരു കുട്ടിയെ പൊക്കിയെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ ഉമ്മ പറഞ്ഞു, മോനെ പിന്നെ വിവാഹ ആഘോഷങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോഴാണ് നമ്മളെ വിളിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു വീട്ടിൽ ഒരു മരണം അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ നമ്മൾ അവിടെ പോയി പ്രവർത്തിക്കും, അമ്മ ആരും വിളിക്കേണ്ടതില്ല. പടച്ചോമ്പാത്ത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും. അവിടെ ചെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്ന ഒരു സംഭവമാണ് ജീവകാരുണ്യ പ്രവർത്തനം. അതിൽ നിന്ന് ചില്ലി കാശ് പോലും വാങ്ങാതെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗം നമുക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്താ വെച്ചാൽ വട്ടപൂജത്തിൽ നിന്നും ഉമ്മ നേരം വെളുക്കോളം ചൂടി വിരിക്കും, നേരം വെളുത്തൻ്റെ ഓലമടി. അത്രയും വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്നത്തെ ഈ നിലയിൽ എത്തിയത് മുഴുവൻ. ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും ഒന്നുക്കൊന്നും മെച്ചമുള്ള ആളുകളാണ്. എന്തായാലും മനസ്സിന് വലിയ ആത്മവിശ്വാസമുണ്ട്. ടോം, അതാണ് അവരുടെ വാക്കുകൾ തന്നെ ഉണ്ട്. കാരണം അവരിതുവരെ ഒരുപാട് മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ദുഷ്കരമായ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോഴും കാണാം ദൃശ്യങ്ങളിൽ അവിടെ ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പ്രതികളെയൊക്കെ സ്ഥലത്ത് എത്തിച്ചിരുന്നു. ആ രീതിയിൽ ആ ചതുപ്പ് സ്ഥലത്ത് നിന്നും ആ യന്ത്രക്കൈകൾ ഉപയോഗിച്ച് മണ്ണ് കോരി കരക്കിടും. ആ കരക്കിടുന്ന മണ്ണിനകത്ത് നിന്നും
തിരയുകയാണ് ഈ അസ്ഥി കഷ്ണങ്ങളോ മറ്റോ കിട്ടുക. അത്തരത്തിൽ 53 അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇനി തലയോട്ടി ഇതുവരെ ലഭിച്ചിട്ടില്ല. തലയോട്ടിക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഇന്ന് ലഭിച്ച ഈ അസ്ഥി കഷ്ണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. പിന്നീടാണ് DNA പരിശോധന അടക്കം നടത്തി ഈ മൃതദേഹം വിജിലിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. നിലവിൽ നരഹത്യ കുറ്റവും തെളിവ് നശിപ്പിക്കലും ഒപ്പം മൃതദേഹത്തോട് അനാദരവോടുകൂടി പെരുമാറി എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരത്തിന് എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമൊക്കെ ശരീരത്തിലുണ്ടോ എന്ന് കണ്ടെത്തും. ഇതിനുശേഷമാവും കൂടുതൽ വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പ്രതികളുടെ കുറ്റസമ്മത മൊഴി അനുസരിച്ചാണ് ഈ സ്ഥലത്താണ് ഈ മൃതദേഹം കുഴിച്ചിട്ടതെന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടത്തിയപ്പോൾ അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുക്കുകയും അവിടുത്തെ ആ സന്നദ്ധ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കണം. കാരണം ഇത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ അവിടെ തെരച്ചിൽ നടത്തുന്നു, അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തുന്നു. പക്ഷെ ഇപ്പോഴും ഈ തലയോട്ടി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്ത് കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ? അതോ ഈ അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റെതാണെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇനി തലയോട്ടി ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടിലാണോ? അതോ നിലവിൽ എങ്ങനെയാണ്, എന്താണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം, നീക്കങ്ങൾ? ടോം, പൂർണ്ണമായും ശരീരഭാഗങ്ങൾ കണ്ടെത്തണമെന്നത് കേസിൽ നിർണായകമല്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇതിനകം തന്നെ തെളിവുകൾക്ക് പര്യാപ്തമായ അസ്ഥികഷ്ണങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ തെരച്ചിൽ തുടരുകയാണ്. കാരണം തലയോട്ടി കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് കേസിനെ കുറച്ചുകൂടി ഗുണകരമായി ബാധിക്കും. പക്ഷേ അതില്ലെങ്കിൽ പോലും തൽക്കാലം കുഴപ്പമില്ല. കാരണം എങ്ങുമില്ലാതെ ഒരു തിരോധാന കേസായി ഒരു തെളിവുകൾ പോലും ഇല്ലാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്ന ഒരു കേസാണ്. കോഴിക്കോട്ടെ പോലീസിന്റെ ഒരു ജാഗ്രത മൂലം ഈ ഒരുപാട് നാളുകളായി നടക്കുന്ന തിരോധാന കേസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രതികളുടെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു വിജിൽ. വിജിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ബൈക്കും മൊബൈൽ ഫോണും ഒക്കെ സൂക്ഷിച്ച ശേഷം കാമുകിക്കൊപ്പം പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് പ്രതികൾ നടത്തിയത്. അത്തരം ഒരു വാക്കുകൾ തന്നെ ആവർത്തിച്ച് നിലനിൽക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത് തന്നെയാണ് പ്രതികൾക്ക് ഒരു പക്ഷേ തിരിച്ചടിയായി മാറിയത്. കാരണം ഈ പോലീസ്, പ്രത്യേകിച്ചും CI ആയ രഞ്ജിത്ത് ഇത് പരിശോധിച്ചപ്പോൾ അച്ചടിച്ച രീതിയിലുള്ള 3 മൊഴികളാണ് പോലീസിന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു വള്ളി പുള്ളി പോലും വ്യത്യാസമില്ലാതെയാണ് പ്രതികളുടെ മൊഴി ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കാണാം, അവിടെ നിന്നും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ് 3 മൊഴികളിലും പറഞ്ഞിരുന്നത്. ഈ കൃത്യം നടന്ന അന്ന് ഈ പ്രതിയുടെ ഈ വിജിലൻ്റെ ഫോൺ ഈ സരോവരം പരിസരത്ത് ആദ്യം സ്വിച്ച് ഓഫ് ആവുന്നു. അതിനുശേഷം മൊബൈൽ ഫോണിൽ നിന്നും യാതൊരു അനക്കവും ഉണ്ടാകുന്നു. അതായത് ഈ സരോവര ഭാഗത്തും നിന്നാണ് ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ചത്. പക്ഷേ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയോടുകൂടി ആനിഹാൾ റോഡിൻ്റെ സമീപത്ത്, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സമീപ ഭാഗത്ത് ഈ വിജിലിൻ്റെ ഫോൺ ഓൺ ആവുകയും അതിലൊരു എയർടെലിൻ്റെ സർവീസ് മെസ്സേജ് ഡെലിവർ ആവുകയും ചെയ്തു. അതാണ് കേസിലെ ഒരു നിർണായക ഘടകമായി പോലീസ് വിലയിരുത്തുന്നത്. കാരണം പിറ്റേ ദിവസം വീണ്ടും, തലേദിവസം ഓഫായ ഫോൺ പിറ്റേ ദിവസം വീണ്ടും ഓണായി എന്ന് പോലീസ് അതിൽ നിന്നും കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയപ്പോഴാണ് ഈ സരോവരത്തു നിന്നും എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് വിജിൽ പോയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടന്നിരിക്കാം എന്നൊരു നിർണായക വിവരം പോലീസ് ലഭിക്കുന്നത്. എന്തായാലും അത്തരം തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതികളെ വളരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ മൃതദേഹം കുഴിച്ചിട്ടു, മൃതദേഹത്തോട് അനാദരവ് കാട്ടി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയെങ്കിൽ പോലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും എന്തെങ്കിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകളുണ്ട്. അതായത് മൃതദേഹം കടന്ന സ്ഥലത്തെ ചെളിയിലെയും ഒപ്പം ഈ മൃതദേഹം കണ്ടെടുത്ത സ്ഥലത്തെ ചെളിയിലെയും ഒക്കെ രാസപരമായ മാറ്റങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാവും ഒരുപക്ഷെ കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തേണ്ടി വരുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ ഒരു ആലോചനകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. നിലവിൽ 2 പ്രതികളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയാണ് അന്വേഷണ സംഘം കടന്നുപോയത്. കാരണം 6 വർഷം മുൻപ് 2019 കോഴിക്കോട് നിന്ന് കാണാതായ, വെസ്റ്റ് ഹില്ലിൽ നിന്ന് കാണാതായ വിജിൽ എന്ന യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായിരുന്നു. ഏറ്റവും ഒടുവിലാണ്, അതായത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ചില നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അങ്ങനെ വിജിലിൻ്റെ സുഹൃത്തുക്കളെ 2 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒരാൾ ഇപ്പോഴും പിടികൂടാനുണ്ട്.
പക്ഷേ ഈ പ്രതികളുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസനീയമാണോ? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്.